നമ്മുടെ രാജ്യം ഓടുന്നത് ഇതുപോലത്തെ കാർഡുകളിലാണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം കംപ്ലീറ്റ്ലി ക്രെഡിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം ഇൻ ദി സെൻസ് ഇവിടുത്തെ ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ആളുകൾ എല്ലാവരും ഡെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺസ് ആയിരിക്കാം. ആളുകളുടെ കയ്യിലുള്ള ക്യാഷ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരാളുടെ കയ്യിൽ ഒരു 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ സപ്പോസ് ഒരു 50,000 എടുത്തെന്ന് വിചാരിക്കാം. ഈ 50,000 ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ക്രെഡിറ്റ് കാർഡിന് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ ഒരു 50,000 എന്നുള്ളൊരു പൈസ അതിലേക്ക് വരുന്നില്ല. ഈ വീണ്ടും നമ്മൾ എക്കണോമിയിലുള്ള ഒരു 50,000 എടുത്തിട്ടാണ് ഇയാളുടെ ഓൾറെഡി ഉള്ള ഡ്യൂ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ഡ്യൂ ക്രിയേറ്റ് ചെയ്ത് ഈ ഡ്യൂ വീണ്ടും ക്ലിയർ ചെയ്യുന്നത് എന്താണ്? വേറൊരു ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ വേറൊരു ക്രെഡിറ്റ് എടുത്തിട്ടാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്കണോമി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ. അതായത് എനിക്കിപ്പോൾ ഒരു 50,000 കിട്ടിയാൽ ആ 50,000 യൂസ് നടക്കാത്ത രീതിയിൽ ക്രെഡിറ്റ് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം ഹൈലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എക്കണോമിക്കലി വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിനും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പേഴ്സണൽ ഫിനാൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സിനാരിയോ അല്ല. സപ്പോസ് വൺസ് ഇതിൽ എവിടെയെങ്കിലും ഒരു സ്റ്റെക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ബേർഡൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബേർഡൻ ആയിരിക്കും. അപ്പം ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ആക്ച്വലി അത് നമ്മുടെ RBI അല്ലെങ്കിൽ അതുപോലത്തെ ആളുകളാണ് അതിനൊരു ഡിസിഷൻ എടുക്കുന്നത്.